ഹലോ, നമസ്കാരം. നല്ല ജീവനുള്ള അരക്കിലോ ഫിലോപ്പി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല നാടൻ രീതിയിൽ കുടംപുളിയിട്ട് കറി വയ്ക്കാം. ആദ്യമായിട്ട് ഇതിനെ നമ്മൾക്ക് വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കുടംപുളി ഒരു 4 ഇതള്, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. നമ്മളിതെല്ലാം എടുത്ത് പാകത്തിന് വെച്ചിട്ടുണ്ട്. ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ നമ്മൾ ഈ കറി വയ്ക്കുന്നത്. അത് അടുപ്പ് കത്തിച്ചു. അതിനുശേഷം മൺകലം വെച്ചു. മൺകലം ചൂടായ ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. നന്നായി ചൂടായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കടുക് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഉലുവ കുറച്ച് ചേർത്താം. അതിനുശേഷം ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി റെഡിയായ ശേഷം നമ്മൾക്കിതിൽ ചുമന്നുള്ളി ഒരു 10 എണ്ണം നമ്മൾക്കിതിൽ ചേർത്താം. ചതച്ചതാണ് കേട്ടോ, നല്ലപോലെ ചതച്ചെടുത്ത്. ചെറിയുള്ളിയാണ്. റോസ് കളർ ആവുന്നത് വരെ ഒരു 10 മിനിറ്റ് നമ്മൾക്കിതൊന്ന് ഇളക്കേണ്ടി വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ അടുപ്പ് കത്തിക്കാനായിട്ട്. ചുമന്നുള്ളി റോസ് കളറായി. അപ്പോൾ നമ്മളിതിലൊരു 10 ഗ്രാം ഇഞ്ചി നമ്മൾക്കിതിലൊന്ന് ചേർത്താം. അതിനുശേഷം ഒരു 3 ഏതള് വെളുത്തുള്ളി ചേർത്താം. അതിനുശേഷം പച്ചമുളക് ഒരു 2 എണ്ണം നടുവേ കീറിയത് നമ്മൾക്കിതിലൊന്ന് ചേർത്താം കേട്ടോ. എന്നിട്ട് നല്ലപോലെ നമ്മൾക്കിതൊന്ന് ഇളക്കണം. അടിപ്പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കണം കേട്ടോ. അത് നന്നായി ഇളക്കിയ ശേഷം നമ്മൾക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതാണ്, അതും കൂടി നമുക്കിതിലൊന്ന് ചേർത്താം. ചേർത്ത ശേഷം അതും നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി. അളന്ന് റെഡിയാക്കി വെച്ച മുളക് പൊടി നമ്മൾക്കിതിൽ ചേർത്താം. മല്ലിപ്പൊടിയും ചേർത്താം. മഞ്ഞൾപ്പൊടിയും ചേർത്താം. അതിനുശേഷം അത് അടിപ്പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ നമ്മൾക്കൊന്ന് ഇളക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി ആ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കണം. അപ്പോൾ അടിപ്പിടിക്കാതെ വളരെ ശ്രദ്ധിക്കണത്. നല്ലപോലെ മസാല ആയിട്ടുണ്ട്. ഇനി ഇതിലൊരു 3/4 ലിറ്റർ വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരു 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഉപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമ്മൾക്കിടാം. അതിനുശേഷം നമ്മൾ കുടംപുളി ഇട്ട് വെച്ച ആ വെള്ളം ഫുള്ളായിട്ട് നമ്മളതിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 100 ml വരും. അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നന്നായി ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ് ഒന്ന് ചൂടാവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. റെഡിയാക്കി വെച്ച മീൻ നമ്മൾക്കിതിൽ ചേർത്താം. അതിനുശേഷം ഈ ഗ്രേവിയിൽ മുങ്ങുന്ന രീതിയിൽ എല്ലാ മീനും വൃത്തിയായിട്ട് അങ്ങോട്ട് പരത്തി വയ്ക്കാം. ആ ഗ്രേവിയിലൊക്കെ അങ്ങനെ മുങ്ങി നിൽക്കട്ടെ. എന്നാലാണ് ഈ ഗ്രേവി നല്ല മുങ്ങി നിന്നാലാണ് ആ മീനുകളൊക്കെ നന്നായിട്ട് വേവുള്ളൂ. അതിനുശേഷം നമ്മൾക്കിതൊന്നും കൂടി അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾക്ക് ഈ സമയം അടുപ്പ് കത്തിച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വേവട്ടെ. മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില നമ്മൾക്കൊന്ന് ചേർത്താം. ആ ചേർത്ത ശേഷം ഒന്നും കൂടെ നമ്മൾക്കൊരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെക്കാം. ആ കറിവേപ്പിലയുടെ മണമൊക്കെ ഒന്ന് അങ്ങോട്ട് ഇറങ്ങാനായിട്ടേ. കുടംപുളി ഇട്ട് വെച്ച മീൻ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് സെർവ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.